ബി.ജെ.പി. നാഷണൽ കൗൺസിൽ മെമ്പർ ബാഹുലേയൻ ബി.ജെ.പി. വിട്ടു. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾ നടത്താൻ ബി.ജെ.പി. ഒ.ബി.സി. മോർച്ചയെ ഏൽപ്പിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ബാഹുലേയൻ ബി.ജെ.പിയിൽ നിന്നും രാജിവെച്ചത്. ഈഴവ നേതാക്കളെ യുവമോർച്ച ബി.ജെ.പി. പുനഃസംഘടനകളിൽ തഴഞ്ഞു എന്നുള്ള ആരോപണങ്ങളും തർക്കങ്ങളും നേരത്തെ തന്നെ ബി.ജെ.പിക്കുള്ളിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഭാഗമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. സാരംഗ് വിവരങ്ങളുമായി ചേരുന്നു. സാരംഗ്, വലിയ പ്രതിഷേധമാണ്, അവഗണനയാണ്, പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം. ഇതാണ് ഒരു വിഭാഗം പറയുന്നത്. അതിൻ്റെ പ്രതിഫലനം തന്നെയാണ് ഈ രാജിയിലേക്ക് നയിക്കുന്നത്. എന്തൊക്കെയാണ് ബാഹുലേയൻ പറയുന്നത്? തീർച്ചയായും അജിംഷാദ്, ഇന്ന് ശ്രീനാരായണ ഗുരു ജയന്തിയാണ്. ഈ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചുമതല ബി.ജെ.പി. ഇത്തരത്തിൽ ഒ.ബി.സി. മോർച്ചയെ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് ബി.ജെ.പി. നാഷണൽ കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള അല്ലെങ്കിൽ മെമ്പർ കൂടിയായിട്ടുള്ള എ.കെ. ബാഹുലേയൻ രാജിവിട്ടത് അല്ലെങ്കിൽ പാർട്ടി വിട്ടത്. ഇക്കാര്യം അദ്ദേഹം തന്നെ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുകയായിരുന്നു. എന്തിനായാലും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. ഇതിന് മുന്നും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ, അതായത് യുവമോർച്ച തെരഞ്ഞെടുപ്പുകളിലും അല്ലെങ്കിൽ ബി.ജെ.പിയുടെ പുനർസംഘടനകളിലും ഒക്കെ തന്നെ ഈ ഇഴവ നേതാക്കളെ അവഗണിച്ചു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളും തർക്കങ്ങളും ഭിന്നതകളും ഇതിന് മുന്നോടി തന്നെ ഉണ്ടായിരുന്നു, ബി.ജെ.പിയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു വിഷയങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇതിനകത്ത് ബി.ജെ.പിയെ മതിക്കുന്ന വല്ലാത്ത സവർണ രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനമുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടത്. കാരണം കേരളത്തിൻ്റെ പൊതുവിലെ നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ആ ഗുരുവിൻ്റെ ആഘോഷം അങ്ങനെ ഒ.ബി.സി. ഒരു പ്രത്യേക വിഭാഗത്തിന് നൽകുന്നു എന്നതിലെ വേർതിരിവുണ്ട്. അതാണ് ഒരുപക്ഷെ ബാഹുലേയനെ അസ്വസ്ഥനാക്കിയത്. ഇത് നേരത്തെ തന്നെ തുടരുന്ന ഈ ഒ.ബി.സി. വിരുദ്ധമായ സമീപനം ബി.ജെ.പിക്കുള്ളിലുണ്ട്. അതുകൂടി ഇതുമായി കൂട്ടിച്ചേർക്കേണ്ടതില്ലേ സാരംഗ്? തീർച്ചയായിട്ടും. ഈ നേരത്തെ തന്നെ നമ്മൾക്കറിയാം, ഈ പുനർസംഘടനയൊക്കെ തന്നെ ഒ.ബി.സിയെ മാറ്റി നിർത്തുന്ന ഒരു വിഭാഗീയത ബി.ജെ.പി. പുലർത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ ഈ നേതാവിനെ, ഇപ്പോൾ രാജിവെച്ച ബാഹുലേയൻ നേതാവിനെയും ചൊടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ശ്രീനാരായണ ഗുരു ജയന്തി ഇത്തരത്തിൽ ഈ ഒ.ബി.സിക്ക് നടത്താനുള്ള ചുമതല ഒ.ബി.സിക്ക് വിട്ടതിൽ, ഒ.ബി.സി. മോർച്ചയ്ക്ക് വിട്ടു നൽകിയതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം രാജിവെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ ഈ ബി.ജെ.പി. എന്ന സംഘടനയ്ക്ക് ഇത്തരത്തിലുള്ള ഈ വിഭാഗീയത അല്ലെങ്കിൽ വിവേചനം, അതായത് ഒ.ബി.സിയോട് ഉൾപ്പെടെയുള്ള കാണിച്ചു പോരുന്ന ഒരു വിവേചനം തന്നെയാണ് ഈ വിഷയത്തിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. എന്തിനായാലും അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ കഴിഞ്ഞ പുനഃസംഘടനകളിൽ വലിയ വിമർശനം ഏറ്റിരുന്നു. തൻ്റെ പ്രതിനിധികളെ മാത്രം അല്ലെങ്കിൽ അനുയായികളെ മാത്രം ഇത്തരത്തിൽ തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഇഴവ സമൂഹത്തിൽ നിന്നുള്ള നേതാക്കളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ട് മുഖ്യധാരയിലുള്ള അല്ലെങ്കിൽ മുൻപന്തിയിലുള്ള തൻ്റെ അനുയായികളായിട്ടുള്ള നേതാക്കളെ പങ്കെടുപ്പിക്കുന്നു എന്നുള്ള വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. തീർച്ചയായും സാരംഗാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണെന്ന് പറഞ്ഞ ഗുരുവിൻ്റെ ആഘോഷത്തെ ഒ.ബി.സി. മോർച്ചയ്ക്കായി വിഭജിച്ച് നൽകുന്ന ബി.ജെ.പിയുടെ ജാതീയത അത് ഒരിക്കൽ കൂടി പ്രതിഫലിക്കുകയാണ്. അതാണ് ബാഹുലേയൻ്റെ രാജിയിലേക്ക് കൂടി നയിക്കുന്നതെന്ന് തന്നെയാണ് അറിയാനാകുന്നത്. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളാണ് സാരംഗ് നൽകിയത്.